അല്ലാഹ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഒരു ചെറിയ പരാതി പറയുകയാ. എന്താ പരാതി എന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ വല്ലാത്ത പരാതിയൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിലെ പരിഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിലെ പട്ടിണികളൊന്നും പറഞ്ഞിട്ടില്ല. പട്ടിണി കിടന്നത്, ദാരിദ്ര്യം അനുഭവിച്ചത്, വിഷമിച്ചത്, പ്രയാസങ്ങൾ അനുഭവിച്ചത് ഒന്നും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാറില്ല. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, തങ്ങളെ എന്റെ കൈയെല്ലാം മുറിവായി തുടങ്ങി, തങ്ങളെ എന്റെ കൈയെല്ലാം മുറിവായി തുടങ്ങി, തങ്ങളെ. അല്ലാഹുവേ, ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ വീട്ടിൽ അടുക്കളയിൽ ഞാൻ പൊടി കുഴക്കുമല്ലോ, ഓരോ ജോലി ചെയ്യുമ്പോ ആട്ടുകല്ലിൽ വെച്ചുകൊണ്ട് ധാന്യമിങ്ങനെ പൊടിക്കുമ്പോ തങ്ങളെ എന്റെ കയ്യൊക്കെ മുറിയായി, തങ്ങളെ. പൊന്നുമോളല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, എന്റെ കയ്യിന് തയമ്പ് വരാൻ തുടങ്ങി, തങ്ങളെ എന്റെ കയ്യിന് മുറി വരാൻ തുടങ്ങി, തങ്ങളെ. മാത്രമല്ല, അടുപ്പത്ത് ഞാൻ ജോലി ചെയ്യുമ്പോ അടുപ്പിൽ നിന്ന് തീക്കണല് പലപ്പോഴായി എന്റെ ശരീരത്തിലേക്ക് കേറുന്നു, തങ്ങളെ എന്റെ ശരീരത്തിലേക്ക് കേറുന്നു, തങ്ങളെ. പലപ്പോഴായിട്ട് അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുമ്പോ എന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ആ തീക്കണല് പാറി വരുന്നുണ്ട്, തങ്ങളെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാണ്, ഫാത്തിമ ഞാനും ജോലിയെടുത്ത് കുഴങ്ങിയിട്ടുണ്ട്, ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഈ വിഷയം എന്നോട് പറയാൻ നിൽക്കേന്. കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹു വെള്ളം കോരിയിട്ട് ഫാത്തിമ ബീവിക്ക് കൊടുക്കാറുള്ളത്. ഭർത്താക്കന്മാര് കേൾക്കണില്ലേ? നല്ലോണം കേട്ടോളി. അലി റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് ചരിത്രം നോക്കിങ്ങളെ, വെള്ളം കോരിയിട്ട് ആ വെള്ളവുമായിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവെക്കും. ആര്? അലി റളിയല്ലാഹു അൻഹു. നല്ല രസം, നല്ല രസാ. അലി റളിയല്ലാഹു അൻഹു ചെയ്യണ പണിയത് അല്ലേ? നമ്മള് പഴയ കാലത്ത് നമ്മളെന്തില്ല, ഇപ്പോഴല്ലേ കിണറും മോട്ടറും കോയൽ കിണറൊക്കെ വന്നത്. പഴയ കാലത്ത് എന്താ ചെയ്യാം? ചിലപ്പോ കുളത്തുനിന്ന് അല്ലെങ്കിൽ ഉറവ് വരുന്ന സ്ഥലത്തുനിന്ന്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കിണറുണ്ടാവും, 10ഉം 15ഉം ഒരു പഞ്ചായത്തിന് മൊത്തം ഒരു കിണർ. എന്നിട്ട് അവിടുന്ന് പോയി വെള്ളം മുക്കും, ഒരു കുട ഉണ്ടാവും, അത് ഇങ്ങനെ പോരും. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അപ്പുറത്തെയും ഇപ്പുറത്തെയും അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന ഓർമ്മ നമുക്ക് ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇന്നൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളെ കയ്യിലൊക്കെ ചെറിയ പാത്രം ഉണ്ടാവും, എന്നിട്ട് അതിൽ വെള്ളം മറന്നിട്ട് ഇങ്ങനെ ചെറിയ ബക്കറ്റ് ഉണ്ടാവും, ഇപ്പത്തെ പെയിന്റിന്റെ ചെറിയ ബക്കറ്റ് പോലെ, എന്നിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് അതെങ്ങനെ കൊണ്ടുപോകും. അത് മൂത്രമൊഴിച്ചാൽ മരവിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് രസമാണ്. മറ്റുള്ള വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിലൊന്നും കിണറുണ്ടാവില്ലല്ലോ. കിണറില്ലാത്തവർക്കൊക്കെ നല്ല കിണർ കൊടുക്കട്ടെ, കിണറ്റിലൊക്കെ അള്ളാഹു നല്ല വെള്ളം തരട്ടെ. പഴയ കാലത്തൊക്കെ നമുക്ക് വെള്ളം തന്ന ഒരുപാട് വീടുകളുണ്ട്. അള്ളാഹുൽക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല ബർക്കത്ത് അള്ളാഹു നല്ലോണം നൽകട്ടെ. ഞങ്ങളെ തറവാട്ടിലായിന്ന് അയൽപ്പക്കത്തുള്ള ഒരു തട്ടാരന്മാരെന്ന് പറയുന്ന ഒരു അച്ചച്ചനുണ്ട്. ആ അച്ചച്ചന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവരാറുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അച്ചച്ചന്റെ, ഞങ്ങൾ അയൽവാസിയായ ഒരു ഹൈന്ദവ കുടുംബം, അച്ചച്ചന് അമ്മമ്മ അവിടെ എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ സന്തോഷം പറയും. ചെല്ലുമ്പോ അങ്ങനെ പറയും, അച്ചച്ചന്റെ കുട്ടി ഇവിടെ വാ, അമ്മമ്മന്റെ കുട്ടി ഇവിടെ വാ. ചെറുപ്പത്തിൽ നല്ല സന്തോഷമാണ്, നല്ല റാഹത്താണ്. അവിടെ ചെല്ലും. ഓല കിണറ്റിൽ ചെറുപ്പത്തിലൊക്കെ വെള്ളം കൊണ്ടുവന്നിരുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ചെറുപ്പത്തിൽ അതിങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു കുട ഉണ്ടാവും, ആ കുട ഇങ്ങനെ ഇവിടെ ഒരൊറ്റ വെക്കല, അതവിടെ ഫിറ്റ് ആവും ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അളകൂല. അത് വല്ലാത്തൊരു കഴിവാണ്. ആ കുട ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ കുടം വച്ചാൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. ഉമ്മമാരാ കുട എടുത്തിട്ട് ഓല ഇവിടെ ഒരു വെപ്പട വെച്ചാണ്ടല്ലോ, അത് അവിടെ തന്നെ നിൽക്കും. അതിനൊക്കെ വലിയ കണ്ണിങ്ങാണ്.
അപ്പോ പറഞ്ഞു വരുന്ന അറിയോ, ഭർത്താക്കന്മാരും വെള്ളം കോരാനൊക്കെ ഒന്ന് കൂടി കൊടുക്കണം. ഇപ്പൊ വെള്ളം കൊണ്ട് നിങ്ങൾ വെള്ളം കോരും വേണം, നിങ്ങൾ ആ മോട്ടർ നിട്ടാണ് എന്ന് പറയുമ്പോൾ അടുത്തൂടെ എനിക്ക് കയ്യില്ലേ അത് പറയാം, ആ സ്വിച്ചെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം, അങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാം. അല്ലാഹുവേ, ഇപ്പൊ എല്ലാവിധ സംവിധാനങ്ങളായില്ലേ നമുക്ക്, എല്ലാവിധ സംവിധാനങ്ങളായി അല്ലേ, എന്തെല്ലാം വിധ സംവിധാനങ്ങൾ ഇപ്പൊ നമുക്കുള്ളത്. സ്വിച്ച് ഇട്ടാല് മോട്ടർ അങ്ങ് വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഓഫ് ആക്കാൻ കൂടി പോണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫാണ് മോട്ടർ ഉണ്ട് ഇല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫാണ് മോട്ടറിൽ. പ്രിയപ്പെട്ടവരെ, വെള്ളം നിറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെ നിന്നോളൂ. ഇനി വെള്ളം കുറയുമ്പോ ഓണാവേണ്ട ഒരു സംവിധാനം വന്നാൽ അതുകൂടി സന്തോഷമായി. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത് ആരാ, അലി റളിയല്ലാഹു അൻഹു ആണ്. ചരിത്രം നല്ലോണം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ചരിത്രം ഇങ്ങനെ കേട്ടുണ്ടാ പോരാ, വെള്ളം കോരി കൊടുക്കണം, നിങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കണം. പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിനി, അപ്പൊ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ശരീരം മുഴുവന് ഇളകല്ലേ. ഇപ്പൊ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അത് ഇത് പറഞ്ഞ് കൂടണം എന്താ, മൊബൈലാണ് എടുക്കും, എന്നിട്ട് ഇങ്ങനെ കെട്ടി ഡെലിവറി ബോയ് 2 എണ്ണം 3 എണ്ണം ഓഫർ ചെയ്യിപ്പിക്കാണ്. ഇപ്പൊ നമ്മളൊക്കെ ഡെലിവറിയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഹോട്ടലിൽ നിന്നും മറ്റൊക്കെ ഇങ്ങനെ പാർസൽ ഇങ്ങനെ കൊണ്ടുവരാണ്, എല്ലാം അങ്ങനെയാണ്. പക്ഷെ പഴയ കാലത്തൊന്നും അങ്ങനെയല്ല, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കും, ആ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോരും. അപ്പൊ ആ നടത്തത്തിലൊക്കെ നമ്മൾ എക്സസൈസ് എടുക്കാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് രോഗം വരുന്നില്ല, പ്രയാസം വരുന്നില്ല, എന്തോരു നല്ല റാഹത്താണ്. ആ വെള്ളം കൊണ്ടുവരുന്നേ, അത് കഴിയുമ്പോ വീണ്ടും കുടയിട്ട് പോണ്, ബക്കറ്റായിട്ട് പോണ്, ഒക്കത്ത് ഒരു കുടം, ഇടത് കയ്യിൽ ഒരു ബക്കറ്റ്, മാഷാ അല്ലാഹ് എന്തെല്ലാം. അതൊരു അലുമിനിയത്തിന്റെ ബക്കറ്റേക്കാണ് ചിലപ്പോ, അതിന്റെ കനം താങ്ങണം, വെള്ളത്തിന്റെ കനം താങ്ങണം. അല്ലാഹുവേ, അങ്ങനെയൊക്കെ ചെയ്തിന കാലത്ത് നമുക്കൊരു രോഗം വരുന്നില്ല. ഇപ്പൊ ഒരുപാട് രോഗങ്ങൾ വന്ന് കാണുന്നത് നമ്മളിങ്ങനെ അടങ്ങിയിരിക്കാൻ ഒരു ഭാഗത്ത്, ആ മോട്ടർ വെള്ളമില്ലട്ടോ, ആ സ്വിച്ച് ഇട്ടു, അടങ്ങിയിരിക്കാണ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണങ്ങൾ. അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ ഇതൊക്കെ വേണ്ടേ, ഈ നിയമത്തുകളൊക്കെ വേണ്ടേ, ഈ നിയമത്തൊക്കെ നമുക്ക് വേണം. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പരാതി എന്ത്, അടുപ്പത്ത് ജോലി ചെയ്ത്, ആട്ടിൻകല്ല് നമ്മൾ പറഞ്ഞല്ലേ, ആസുംകല്ല്, ധാന്യങ്ങളൊക്കെ പൊടിക്കണ കല്ല്, ആസുംകല്ലിനാണ് തിരിയില്ല, അതാണ് മിക്സി, നമ്മൾ ഉപയോഗിക്കണ മിക്സി അല്ലെ. പഴയ കാലത്ത് ഉപയോഗിക്കണ ആസുംകല്ല്, അതേ പ്രകാരം ഉരല്, അതില് കുന്താണി ഉരല് എന്നൊക്കെ പറയും, അതില് കുത്തുന്ന സാധനത്തിന്റെ പേരാണ് ഒലക്കാറ്. നമ്മൾ പറയാം ഒലക്കൊണ്ടടുത്ത് എന്താ അറിയണല്ലേ, ഈ ഒലക്കാന്ന് പറഞ്ഞ സംഭവം മനസ്സിലായോ? ഉമ്മമാരോടല്ല ബാപ്പമാരുടെ നമ്മളെ ചെറുപ്പക്കാരുടെ ഫ്രീക്കന്മാരുണ്ടാവില്ല, നമ്മളെ മക്കളുണ്ടാവും, കുട്ടികള്, ഇൻഷാ അല്ലാഹ് ഓലോടെ ചോദിക്കണേ, പൂമ്പാറ്റകളോ ഒലക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുറെ നമ്മൾ കേട്ടിട്ടില്ലേ, ഓർമ്മയുണ്ടെങ്കിൽ ഒലക്കയിലോ കിടക്ക കേട്ടിട്ടുണ്ട്. അന്നെ ഒലക്കോണ്ടങ്ങട്ട് തന്നാണ്ടല്ലോ പറയും ചെലോല്. എന്താ ഈ ഒലക്കാരനെ കണ്ടിട്ടുണ്ടാവില്ല, അതൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി. ഇൻഷാ അല്ലാഹ് 2 ഭാഗത്തും ഇരുമ്പോണ്ട് ഇങ്ങനെ കുത്തണ, ഇരുമ്പോണ്ട് ഇങ്ങനെ കെട്ടിയിട്ടൊരു ഭാഗമാണ്, അതിങ്ങനെ ഒരയിൽ ഇങ്ങനെ കുത്ത, അരി പൊടിക്കാനും ഗോതമ്പ് പൊടിക്കാനും പിന്നെ മല്ലി മുളകും പൊടിക്കാനും എല്ലാത്തിനും ഒരു കുന്താണിക്കരം, എല്ലാത്തിനും ഒരു ഉരലേക്കരം, എന്നിട്ട് അതിങ്ങനെ നമ്മൾ വൃത്തിയാക്കലാണ്. മാഷാ അല്ലാഹ്, അതൊക്കെ ആ ഒരു രംഗം ഇങ്ങനെ ആലോചിച്ചാൽ നല്ല രസമാണ്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഒലക്ക, അറ്റത്ത് നോക്കിയാൽ വരെ ഒലക്ക കാണില്ല. മറ്റേ പണ്ട് അറ്റത്ത് നോക്കിയാലെങ്കിലും അവിടെ ഇങ്ങനെ തൂക്കിട്ടിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും കാണില്ല. പൊലക്കൊന്നും ഒരു വീട്ടിലും ഇല്ല. ഇനിയിപ്പോ നിങ്ങളെ വീട്ടിലുണ്ടോന്ന് അല്ലാഹു ആലം. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അന്ന് ഒലക്കിയില്ല, അന്നതും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഈ ആട്ടുകല്ലിലിട്ട് ഇങ്ങനെ ആട്ടല്ലേ, ഇത് ധാന്യം പൊടിക്കാൻ അങ്ങനെ ആട്ടാണ്. അപ്പൊ കൈയൊക്കെ എന്ത് ചെയ്തു, മുറിയായി തുടങ്ങി, കൈയൊക്കെ പൊട്ടാൻ തുടങ്ങി. അതൊക്കെ ഉണ്ടാവും സഹോദരിമാർ, അതൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, ഒന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. കൈയൊക്കെ ഒന്ന് പൊട്ടും, കൈയൊക്കെ ഒന്ന് തരം പറിച്ചും, ചിലപ്പോ കത്തിയൊക്കെ ഒന്ന് തട്ടും, ചിലപ്പോ ബ്ലേഡൊക്കെ ഒന്ന് തട്ടും, ചിലപ്പോ മുളകൊക്കെ ഒന്ന് അടിച്ചുമ്പോ കൈയൊക്കെ ചുട്ട് കത്തും. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട, അതിനൊക്കെ നിങ്ങൾക്ക് കൂലിയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് പറയാണ്, തങ്ങളെ എന്റെ കൈയൊക്കെ ആകെ പൊട്ടി, എന്താ ചെയ്യാ? ബർത്ത്ഡേ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ കൈയൊക്കെ ആകെ പൊട്ടിയാണ് തങ്ങളെ. അല്ലാഹ്, അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സംഗതി പറഞ്ഞത് ശരിയാ ഫാത്തിമ, ഞാൻ വെള്ളം കോരി എന്റെ കയ്യും പൊട്ടി. രണ്ടാളും കണക്കായി. ഞാൻ വെള്ളം കോരി ഞാനും കൊയങ്ങി. ഇനിയിപ്പോ ഇതിനെന്താ മാർഗം? രണ്ടാളും കൊയങ്ങിയാണ്, വീട്ടിലിരുന്നോണ്ട് കാര്യമുണ്ടോ? വീട്ടിലിരുന്നോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഐഡിയ ആണെന്ത്, നമുക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ പോയാലോ? മുത്തുനബിന്റെ അടുക്കൽ പോവുക, എന്നിട്ട് മുത്തുനബിന്റെ അടുക്ക് ചെന്നിട്ട് ഒരുപാട് ആളുകളെ പിന്നെ അടിമയായിട്ട് കൊണ്ടുവന്നല്ലോ. ബദറിന്റെ യുദ്ധം നമ്മൾ പറഞ്ഞില്ലേ, കുറെ ആളുകൾ അടിമയായിട്ട് കൊണ്ടുവന്നല്ലോ.
അപ്പൊ അതിൽ നിന്ന് ഒരു അടിമയെ നമുക്ക് വേലക്കാരിയായി വെച്ചാലോ? നല്ല ഐഡിയ, രണ്ടാളും നല്ല ഐഡിയ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യാം. ചർച്ച ഇട്ടതാരം അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാൻ നിക്കേനിയാണ്. നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അപ്പം പറയാ നിക്കേനിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സംഗതി ശരിയാണ്, ഞാനത് പറയാ നിക്കേനി. നമുക്ക് മുത്തുനബിന്റെ സമീപത്ത് എന്ന് ചോദിക്കാം, ഒരു വേലക്കാരിയെ ചോദിക്കാം. കുറെ ആളുകളുണ്ടല്ലോ അവിടെ, ഒരു വേലക്കാരിയെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വേലക്കാരിയെ നമുക്ക് വെക്കാം. എന്തിന്? ആട്ടുകല്ലിൽ ഇതിങ്ങനെ ആട്ടി പൊടിയാക്കാനും അതേ പ്രകാരം വെള്ളം മുക്കി കൊണ്ടുപോരാനും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംഗതി ചോദിക്കണം പറഞ്ഞു. കാരണം എനിക്ക് ചോദിക്കാൻ അമ്മോശനല്ലേ, മുത്തുനബിനോട് ചെന്നിട്ട് എങ്ങനെ ഞാൻ എങ്ങനെ ചോദിക്കാം? ചില ആളുകൾ അങ്ങനെയാണ്. ചില ഭർത്താക്കന്മാര് കാര്യം സാധിപ്പിച്ച മതി, ഭാര്യമാരെ സോപ്പ് ഇച്ച് പറഞ്ഞ സംഗതി നടക്കും. കാരണം എന്താ? അതുപോലെ സോപ്പ് ഇടാണത്. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നീ ചെന്ന് ചോദിക്കണം. അല്ലാഹുവേ, അങ്ങനെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വീട്ടിന്റെ അകത്തിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അല്ലാഹ് മുത്തുനബി ചോദിച്ചു, എന്തേ മോളെ, എന്ത് പറ്റി മോളെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിക്കാൻ മടിയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഞാൻ വെറുതെ വന്നതാണ്. മുത്തുനബിന്റെ അടുക്കലെത്തിയപ്പോ ചിലപ്പോ അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ആ മൂപ്പരിങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം. ആളങ്ങോട്ട് വന്നാൽ ചിലപ്പോ ചോദിക്കാനൊക്കെ മറന്നു, എല്ലാം മറന്നു, എവിടെ പോയത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഫാത്തിമ ബീവി പതുക്കെ പതുക്കെ ഇങ്ങനെ പോകും. ചോദിക്കാൻ ചെറിയൊരു പേടിയുണ്ട്, എങ്ങനെ പോയി ചോദിക്കാം. പക്ഷെ ചെന്ന് ചോദിക്കാൻ ഇങ്ങനെ, ആ ഫാത്തിമ, എന്താ ഫാത്തിമ മോളെ വർത്താനം, സുഖല്ലേ? നബി ചോദിച്ചു, എന്തേ മോള് വന്നോ? ഒന്നുമില്ല, ഇപ്പൊ വെറുതെ വന്നതാണ് കേട്ടോ, പോയി ചോദിക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ ഒക്കെ മറന്നുപോയി. നമുക്കുണ്ടാവില്ല അങ്ങനത്തെ കുറെ അനുഭവങ്ങള്. മോറങ്ങോട്ട് കണ്ടപ്പോഴേ ചോദിക്കാനേ പറ്റിയില്ല, ആകെ പേടിച്ചു പോയി ഞാൻ, അല്ലേ? ചില ആളുകൾ അങ്ങനെ പറയണ, കണ്ടപ്പോ തന്നെ ഞാനത് പേടിച്ചു പോയി. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ ഒരു മടി വന്നു. ഫാത്തിമ ബീവി ഓടിയാണ് മുത്ത് റസൂലിൻ ചാരയാണിഞ്ഞേ, സങ്കടമാൽ പൂമുഖം മെല്ലെ താഴ്ത്തിരിപ്പാണേ. ഫാത്തിമ ബീവി ഓടിയാണ് മുത്തു റസൂലിൻ ചാരയാണ്, സങ്കടമാൽ പൂമുഖമെല്ലെ താഴ്ത്തിരിപ്പാണേ. ഫാത്തിമ ബീവി ഓടിയാണ് മുത്തു റസൂലിൻ ചാരയാണ്, സങ്കടമാൽ പൂമുഖമെല്ലെ താഴ്ത്തിരിപ്പാണേ. മുത്തു റസൂൽ കാര്യം ചൊന്നേ, കണ്ണീർ തുടച്ച് കോണെ നിന്നേ, പൊന്നുമോളെ സങ്കടമോതോ ബീവി തൻ മൊഴിഞ്ഞിടുന്നേ. എന്തിനാ മോളെ കരയണത്? കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ചോദിക്കാൻ മടിയുണ്ട്. കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് മുത്ത് റസൂൽ കാര്യം ചൊന്നേ, കണ്ണീർ തുടച്ച് കൂടെ നിന്നേ, പൊന്നുമോളെ സങ്കടമോതോ ബീവി തൻ മൊഴിഞ്ഞിടുന്നേ. ക്ഷീണത്താൽ തൻ കരമാകെ മുറിവായി യാ റസൂലേ, ജോലി ഭാരം
താങ്ങാൻ വയ്യ വേദനയാ നബിയേ ക്ഷീണത്താൽ തൻ കരമാകെ മുറിവായി യാ റസൂലേ ജോലി ഭാരം താങ്ങാൻ വയ്യ വേദനയാ നബിയേ കൈവല്ലകൾ പൊട്ടി ഫാത്തിമ ബീവി മഹദി കരഞ്ഞിടുന്നേ മുത്തു റസൂൽ മൗനമിലാകെ പുഞ്ചിരി തൂകുന്നേ കൈവല്ലകൾ പൊട്ടി ഫാത്തിമ ബീവി കരഞ്ഞിടുന്നേ മുത്തു റസൂലേ മൗനമിലാകെ ഇരുന്നിടുന്നേ ഫാത്തിമ ബീ ഓടിയണഞ്ഞേ മുത്തു റസൂലിൻ ചാരയണഞ്ഞേ സങ്കടമാൽ പൂമുഖമല്ലേ താഴ്ത്തിരിപ്പാടേ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്ന് പറയുന്ന തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കളയിലെ ജോലി എടുത്തിട്ട് എന്റെ കൈകളെല്ലാം മുറിവായി തങ്ങളെ അടുക്കളയിലെ ജോലി എടുത്തിട്ട് എന്റെ കൈയെല്ലാം മുറിയായി തങ്ങളെ എനിക്കൊരു വേലക്കാരിയ വേണം നബിയേ എനിക്കൊരു വേലക്കാരിയ വേണം നബിയേ എനിക്കൊരു വേലക്കാരിയ വേണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയങ്ങ് താഴ്ത്തിരുന്ന് ഒന്നും മുത്തുനബി മറുപടി പറഞ്ഞില്ല അല്ലാഹുവിന്റെ പ്രവാചകരൊന്നും മറുപടി പറഞ്ഞില്ല അങ്ങനെ ചരിത്രം പറയുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പരാതി പറയാൻ പോയ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് വന്ന് പറഞ്ഞു നബിയേ പറയാൻ ചെറിയ മടിയുണ്ട് തങ്ങളെ എന്നാലും പറഞ്ഞു നബിയെ എന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരാളെ വേണം കാരണം എന്റെ കൈയൊക്കെ മുറിയായി തുടങ്ങി പഴയതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആട്ടുംകൈയിലൊന്നും ഇങ്ങനെ നിൽക്കാൻ വയ്യ നമ്മൾ പറയില്ലേ അമ്മിമ്മ ഒരച്ചു ഞാൻ കുഴങ്ങി അമ്മ ഒരു ഭാഗത്തായി ഞാനൊരു ഭാഗത്തായി അമ്മയൊരു ഭാഗത്തായി ഞാനൊരു ഭാഗത്തായി അമ്മ എപ്പോഴും ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു മൂലക്കെ തന്നെയാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നമ്മൾ പറയുന്നത് അമ്മിക്കുട്ടി പോയ മാറിക്കാറല്ലേ അപ്പൊ അമ്മ എപ്പോഴും ഒരു ഭാഗത്ത് തന്നെ പിന്നെ അതും നിങ്ങളെ ഭാഗത്താക്കണ്ട അപ്പൊ അതേ പ്രകാരം അമ്മ ഒരു ഭാഗത്ത് ഞാനൊരു ഭാഗത്ത് എന്റെ കൈയൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു മിക്സി കിട്ടിയും ചെയ്തു അതുപോലെ കിട്ടിയത് എന്താ ഐറ്റങ്ങൾ സാധനം വാങ്ങാൻ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വരനെയാണ് സാധനം വാങ്ങാനേ ആണുങ്ങളെ കൈക്കലെടുക്കാൻ സാധനം വാങ്ങാൻ നിങ്ങൾ തന്നെയാണോ സമ്മതിച്ചു അപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് മിക്സി വാങ്ങാം നമ്മൾ പറയലോ പിന്നെ കൊറേ തിരുമ്പി കല്ലും തേഞ്ഞു ഞാനും തേഞ്ഞു നമ്മൾ തേഞ്ഞു എന്ന് പറയുന്നതിന് പകരം അതാണ് പോലെ വളവ് കല്ലും തേഞ്ഞു ഞാനും തേഞ്ഞു കല്ലൊരു ഭാഗത്തായി ഞാനൊരു ഭാഗത്തായി എന്നാ നമുക്ക് ഇനി എന്താണ് വാഷിംഗ് മെഷീൻ വാങ്ങാം അലക്കണ വാഷിംഗ് മെഷീന് അതും അടിച്ചു അങ്ങനെ അതുമായി അങ്ങനെ അതൊക്കെ വാങ്ങാൻ കേട്ടോ വേണ്ടെന്നല്ല ഞാൻ പറയണത് അതൊക്കെ വാങ്ങാം അങ്ങനെയല്ലേ നമ്മൾ സൗകര്യങ്ങൾ നോക്കുമല്ലോ അല്ലെ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഫാത്തിമ നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകൂ ഫാത്തിമ കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഒന്നും മിണ്ടാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലുകയാണ് ഒന്നും മിണ്ടാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലുകയാണ് അല്ലാഹുവേ ചരിത്രം പറയുന്നത് കാണാം പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നത് കാണാം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിൽ ചെന്നപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഫാത്തിമ മുത്തുനബി എന്തേ പറഞ്ഞത് ഫാത്തിമ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും സങ്കടത്തോടെ ഇങ്ങനെ കിടക്കുകയാണ് രണ്ടുപേരും സങ്കടത്തോടെ വിഷമത്തോടെ കിടക്കുന്ന സമയത്ത് അല്ലാഹ്
ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറി വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറി വന്നപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കിലാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഫാത്തിമ കതക് തുറക്കൂ ഫാത്തിമ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളെയും അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവേ, അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്ന മോളെ, ഇതിനേക്കാൾ നീ ചോദിച്ച കാര്യം ബാപ്പക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല മോളെ, നീ ചോദിച്ച കാര്യം ബാപ്പക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല മോളെ. അവലാ ഉഖ്ബിറുകുമാ ബിഖൈരി മിമ്മാ സഅൽതുമൂനാ സഅൽതുമാനി. നിങ്ങളെ രണ്ടുപേരും എന്നോടൊരു കാര്യം ചോദിച്ചുവല്ലോ, നിങ്ങളെ രണ്ടുപേരും എന്നോടൊരു കാര്യം ചോദിച്ചുവല്ലോ ഫാത്തിമ. ജോലിയെടുക്കാൻ സൗകര്യത്തിന് സംവിധാനത്തിന് നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചുവല്ലോ ഫാത്തിമ. ഫാത്തിമ അവലാ ഉഖ്ബിറുകുമാ അവലാ ഉഖ്ബിറുകുമാ ബിഖൈരി മിമ്മാ സഅൽതുമാനി. നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ഏറ്റവും വലിയ ഖൈറായ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ഫാത്തിമ. തുസബ്ബിഹാനി ദുക്റ കുല്ല സ്വലാത്തിൻ അശറാ വതുഹമ്മദാനി അശറാ വതുകബ്ബറാനി അശറാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫാത്തിമ, നീ വേലക്കാരിയെ ചോദിച്ചുവല്ലോ, അടുക്കളയെ ജോലിയെടുക്കാൻ നീ വേലക്കാരിയെ ചോദിച്ചുവല്ലോ. അതിലേറെ നല്ല ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, നിന്റെ ഭർത്താവിന് നീ ഖിദ്മത്ത് നടത്തോ ഫാത്തിമ. അടുക്കളയിൽ നീ ജോലി ചെയ്തോ ഫാത്തിമ. നിന്റെ ഭർത്താവിന് നീ ഭക്ഷണം പാചകം ചെയ്യുമ്പോ അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിലെ ഭക്ഷണം ഒരുക്കുന്നുണ്ട് ഫാത്തിമ. റമളാൻ നിലാവ് കേൾക്കുന്ന ഈമാനുള്ള പൊന്നുമോളെ, നിങ്ങൾ ഭാഗ്യവതിയാ. റമളാൻ നിലാവ് അറിവിൻ നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഭാഗ്യവതിയാ. നിങ്ങളെ ഇക്കാക്ക് വേണ്ടി, നിങ്ങളെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മലക്കുകളെ ഭക്ഷണം പാചകം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത്രയും വലിയ മഹത്വമാണ് മോളെ, അത്രയും വലിയ മഹത്വമാണ് മോളെ, അത്രയും വലിയ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ 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 നിങ്ങൾ അടുക്കളയിലെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും, 3 മണിയായി, റമളാൻ നിലാവ് സമയം കുറച്ചും കൂടെ നീളട്ടെ, അത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാലോ. അങ്ങനെ ആവരുത്. റമളാൻ നിലാവ് കഴിഞ്ഞിട്ട് വേണം അടുക്കളയ്ക്ക്, അല്ലെങ്കിൽ റമളാൻ നിലാവ് കേൾക്കുന്നതിന് ഇടയ്ക്കടക്ക് നിങ്ങൾ അടുക്കളയിലേക്ക് വരാൻ പല ആൾക്കാരും അല്ലേ ഇൻഷാ അല്ലാഹ് പോവാൻ നിൽക്കുന്നവരുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്തറിയോ, എന്റെ ഇക്കാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുമ്പോ മനസ്സിന് സമാധാന സന്തോഷം വരണം. ഇന്നാലൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഭക്ഷണം മലക്കൂൽ പാചകം ചെയ്യുമെന്ന ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. മാഷാ അല്ലാഹ്, ഈ ഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ഭർത്താവിന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഈ ഭാഗ്യം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തെല്ലാം സംവിധാനമായി അല്ലേ, എന്തെല്ലാം സംവിധാനമായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒലക്കും കുന്താണിക്കും പകരം മിക്സിയായി അല്ലേ, എന്തെല്ലാം സംവിധാനങ്ങൾ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സംവിധാനം. ഭക്ഷണം വെക്കാൻ നമുക്ക് കുക്കറായി, അലക്കുന്നതിന് പകരം വാഷിംഗ് മെഷീനായി. പിന്നെ പഴയ കാലത്തൊക്കെ നമ്മൾ ശീല വെച്ചാണെങ്കിൽ തുടക്കലാണ്, ശീല വെച്ചാണെങ്കിൽ ഇങ്ങനെ തുടക്കും. ഇപ്പൊ തുടക്കാൻ വൈഫറായി. വൈഫർമ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, വൈഫർമ തന്നെ വെള്ളം ചീറ്റാനുള്ള സംഗതി ഉണ്ട്. അങ്ങനെ ചീറ്റു, എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ വടിച്ചെടുക്കാനുള്ള സംഗതി ഇല്ലേ, അങ്ങനെയല്ലേ ഉണ്ട്. തുടക്കുന്ന വൈഫർ അത് 80 റുപ്യാണ് 120 റുപ്യാണ് ആ വൈഫർ. അതല്ല ആ വൈഫർ ഇങ്ങനെ വടിക്കുമ്പോ വൈഫർമ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഇങ്ങനെ വെള്ളം വരും, എന്നിട്ട് ഇങ്ങനെ തുറക്കാം. മറ്റേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു പാട്ട വെള്ളം എടുക്കണം, എന്നിട്ട് ഒഴിച്ചെടുക്കണം, എന്നിട്ട് ആ വൈഫറോണ്ട് ഇങ്ങനെ വടിച്ചെടുക്കണം. ഇതിപ്പോ അതല്ല, ഇപ്പൊ എന്തെല്ലാം സംവിധാനം. ആ വൈഫർമ തന്നെ സ്വിച്ച് അതാണ് നെക്കി കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരും. വെള്ളം നിറച്ചു കൊടുക്കണം, അല്ല അപ്പൊ ആകാശത്ത് വരില്ലല്ലോ, വെള്ളം നിറച്ചു കൊടുക്കണം. അപ്പോ അങ്ങനെ സംവിധാനമായി. എന്തെല്ലാം സംവിധാനങ്ങളെ
പണ്ടൊക്കെ ഭക്ഷണം ഇതൊക്കെ പാചകം പിന്നെ സൂക്ഷിച്ചെക്കാന് ഉറി എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഉറി ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെ പറയും. ഉറി എന്റെ ഉമ്മക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ ഉറി. എങ്ങനെ? ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉറുമ്പെല്ലോടത്തും കയറി വരുമല്ലോ. അപ്പോ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചട്ടി ഉണ്ടാവും. അതിലൊരു ചട്ടി അല്ലെങ്കിൽ അതിലൊരു പാത്രം. അതിനാണ് ഉറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതിന്റെ ഫോട്ടോ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. അഡ്മിന്മാരാണെങ്കിൽ ലൈവിലുണ്ടെങ്കിൽ ഉറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് എടുത്തരും. ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഉറിന്റെ ഫോട്ടോ അഡ്മിന്മാരൊന്ന് നോക്കി ചിലപ്പോ കിട്ടും. ഉറി നടിച്ചാൽ കിട്ടുമെന്ന് അല്ലാഹു അഅലം. അപ്പൊ ഉറി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഉറി എന്ന് തന്നെ പേരുണ്ട്. ശർക്കര ഇട്ടക്കാന്, പഞ്ചസാര ഇട്ടക്കാനൊക്കെ കയറുമ തൂക്കിയിട്ട് ഒരു സാധനം, ഒരു ചട്ടി അതിലിട്ടക്കാണ്. ഭക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മൾ ഹുദിയത്തിന്റെ അന്ന് ബീഫ് കിട്ടിയാല് അല്ലെങ്കിൽ ഇറച്ചി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം? അതിങ്ങനെ വരട്ടി ഇങ്ങനെ കൊണ്ടെടുക്കലാണ് അല്ലേ? കേട് വരാതെക്കാന് വെള്ളത്തിലിട്ടിട്ടും വെള്ളത്തിലില്ല, അങ്ങനെ വരട്ടിയിട്ട് അങ്ങനെ മുളകിട്ടിട്ടും അങ്ങനെ കൊണ്ടെടുക്കലാണ്. ഇപ്പൊ അതൊക്കെ നമുക്ക് കയറ്റി വെക്കാന് മാഷാ അല്ലാഹ് ഫ്രിഡ്ജായി ഇല്ലേ? സംവിധാനങ്ങൾ ആലോചിച്ച് എത്ര മാറ്റങ്ങള്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്തായി? ഫ്രിഡ്ജായി. പഴയ കാലത്തെ ഉറിയൊക്കെ പോയി. ആ ഉറിയൊക്കെ ഇപ്പൊ ചെടിച്ചട്ടിയാ. ഉറിനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചില വീട്ടിന്റെ മുമ്പ് ചെന്നാൻ കണ്ടില്ല നിങ്ങള്? വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ചെടിച്ചട്ടി തൂക്കിയിട്ടുണ്ട്. ഇതേ മാരിക്ക് തന്നെ ഉറി തൂക്കിയിടല്. ഇതേ മാരിക്കാണ് ഉറി തൂക്കിയിടല്. അല്ലാ, ചെടിച്ചട്ടി ഇങ്ങനെ തൂക്കിയിട്ടിന് അതേ മാരിക്ക്. എന്റെ വീട്ടിലൊക്കെ ഉണ്ടേനി ചെടിച്ചട്ടി ഇങ്ങനെ തൂക്കിയിട്ട മാരിക്ക് അതേ മാരിക്കാണ് ഉറി തൂക്കിയിട. 2 or 3 ഉറി ഉണ്ടാവും ഉമ്മമാർക്ക് അടുക്കളയില്. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോ. ആർക്ക്? ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കും. അപ്പൊ പറഞ്ഞു വരുന്നെന്തറിയോ? അങ്ങനെ ഇപ്പൊ അതൊക്കെ ഫ്രിഡ്ജായി. ഭക്ഷണം കയറ്റി വെക്കാൻ ഫ്രിഡ്ജായി, ബീഫ് വെക്കാൻ വേറെ ഫ്രിഡ്ജായി, അതിൽ വേറെ ഫ്രീസർ, നല്ല തണുപ്പുണ്ടാക്കാൻ വെള്ളം വെക്കാൻ വേറെ, ഇഞ്ചി വെക്കാൻ വേറെ, പിന്നെ മുളക് വെക്കാൻ വേറെ, നാരങ്ങ വെക്കാൻ വേറെ. മാഷാ അല്ലാഹ്, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എല്ലാവിധ സംവിധാനങ്ങളായി. മാഷാ അല്ലാഹ്, ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്ന നിഅമത്താണ്. പണ്ട് കണ്ടില്ലേ മണ്ണെണ്ണ വിളക്കാണ്. മണ്ണെണ്ണ വിളക്ക്. ആ വിളക്കൊക്കെ മണ്ണെണ്ണ വയ്ക്കും, എന്നിട്ട് തിരി ഇങ്ങനെ കത്തിച്ചു. തിരി ഇങ്ങനെ കുറച്ച് തിരി നമ്മൾ കൊടുക്കുള്ളൂ, തോനെ തിരി കൊടുക്കൂല. തോനെ തിരി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നല്ലോ ആളി കത്തുമ്പോ മണ്ണെണ്ണ ഉമ്മപ്പോഴും പറയും കുറച്ച് കൊടുത്താൽ മതിയാണ്. കുറച്ച് ഞങ്ങളാണെങ്കിൽ വലിച്ചാനായിട്ട് നിൽക്കും ചെയ്യും. വലിച്ചാണ്ട് അതിങ്ങനെ ആളി കാരണം നല്ല തീ കത്തുമ്പോ നല്ല രസമാണല്ലോ പണ്ടൊക്കെ. അപ്പൊ അത് താത്താനായിട്ട് ഉമ്മി നിൽക്കും, അത് പൊന്തിക്കാനായിട്ട് പൊക്കാനായിട്ട് ഞങ്ങൾ നിൽക്കും. അപ്പോ ആ തിരി കത്തിച്ചിട്ട് മണ്ണെണ്ണ വിളക്കേനി പണ്ടൊക്കെ. ഇപ്പൊ മണ്ണെണ്ണ വിളക്ക് എന്താ അറിയില്ല. അതേപോലെ ഇന്നലെ നമ്മൾ കാണിച്ച ചിമ്മിണി വിളക്ക്, ഇങ്ങനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ആ റാന്തലില്ലേ ചിമ്മിണി വിളക്ക്, നല്ല രസമാണ്. എന്നിട്ടൊരു ഗ്യാസും കുറ്റി ഉണ്ട്. അങ്ങനെ ഗ്യാസ് അടിച്ചാ പോണ ഈ പിന്നെ എന്താ പറയാ വയലൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കടൽ വിറ്റടക്കുള്ള ആൾക്കാർ, ഈ കടലക്കാരെ കടയിലൊക്കെ ഉണ്ടാവുന്നത് ഈ റോഡ് സൈഡിലൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാരെ കടയിലൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടേനി ഒരു ഗ്യാസ് സിലിണ്ടർ അതിന്റെ ഉള്ളിലൊരു വെളിച്ചം ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ 2-3 അടി അടിച്ചു 2-3 അടി അടിച്ചെടുക്കണം. ആ അടി അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ദമ്മിൽ ഇങ്ങനെ കത്തി വരും. ഇന്നൊക്കെ അത് എവിടെ? അതൊന്നും കാണില്ല. എന്തെല്ലാം രസമായിരുന്നു പഴയ കാലത്ത്. അതൊക്കെ മാറി മാഷാ അല്ലാഹ്. ഇപ്പൊ എന്തായി? ഇപ്പൊ ഫ്രിഡ്ജായി, മണ്ണെണ്ണ വിളക്കനും ഇതിനൊക്കെ പകരം എന്ത് ചെയ്തു? ഒരു റൂമിൽ തന്നെ ഇപ്പൊ എത്ര ലൈറ്റ് ഉണ്ടാവും? കേറി വരുമ്പോ ഡോറ് തുറക്കുമ്പോ ഒരു ലൈറ്റ്, ഡോറോടെ തുറക്കുമ്പോ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് അല്ലേ? പിന്നെ സീറോ ബൾബ് വേറെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് വേറെ ലൈറ്റ്, നമ്മൾ കട്ടിൽ കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗത്ത് വേറെ, സൈഡ് കൂടെ വേറെ. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ റബ്ബ് തന്ന നിഅമത്താണ്. വേണ്ടാന്നല്ല ഉസ്താദ് പറയുന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങള്, അവർക്ക് വന്ന മാറ്റങ്ങൾ വന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഴയ എന്തെല്ലാം ഇപ്പൊ നമുക്ക് ഫാനാണ്, AC ആണ്. ഇപ്പൊ നമ്മളെ ACന്റെ തൊട്ടിലല്ലേ നമ്മൾ ഇരിക്കണത്. പഴയ കാലത്ത് ഒരു മറ്റേ പാളുണ്ടാവും, പാളോണ്ട് ഉണ്ടാക്കിയ ബിസറി ഉണ്ടാവും. മലപ്പുറം ജില്ലയിൽ ബിസറി അറിയും. അതിനൊരു പൊടി ഉണ്ടാക്കും. ബിസറൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു നമ്മള്. മറ്റേ ഇതുണ്ടല്ലോ പാളുണ്ടല്ലോ,
കൗങ്ങുമെന്ന് കൊഴിഞ്ഞാൽ പാള. കൗങ്ങുമ്മലാണ് എന്തുണ്ടാകുക, അതിന്റെ തോടെടുക്കും, പാളെടുക്കും. എന്നിട്ട് അത് വെട്ടിയിട്ട് എന്ത് ചെയ്യും, വിസറിയാക്കും. ഒരു പൊടി ഉണ്ടാവും. എന്നിട്ട് അതായിട്ട് ഇങ്ങനെ വിസറും. ഇങ്ങനെ ഇങ്ങനെ വിസറിയാണ്ടേന് അന്ന് എന്തേതിന് വേർപ്പൊക്കെ മാറ്റിയത്. ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ ഫാനാ. മാഷാ അല്ലാഹ്, സ്വിച്ച് ഇടുക, ഫാനും പോയി. ഇപ്പൊ എന്തായി മാറി, AC ആയി മാറി. അതിന്റെ ഉള്ളിലാണ്. AC ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഫാൻ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. പണ്ട് AC ഫാനൊന്നും ഇല്ലേനി. പാളോണ്ട് ഇങ്ങനെ വിസറില്ല. ഇങ്ങനെ ഒരു 20 റുപ്യേന്റെ വിസറ് വാങ്ങാനും കിട്ടും, പ്ലാസ്റ്റിക്കിന്റെ വാങ്ങാനും കിട്ടും. ഉമ്മമാർക്ക് ചിലപ്പോൾ അതൊന്നും പറ്റില്ല. ഉമ്മമാർക്ക് എന്തിനാ ഓലെ വിസറയല്ല, സൂപ്പർ വിസറേക്കരം, പാളോട് ഉണ്ടാക്കിയ വിസറേക്കരം. അതേറ്റാണ്ട് മിന്നാണ്ടല്ലോ, കാറ്റ് താനം കിട്ടും, നല്ലോണം അങ്ങോട്ട് വരും. അല്ലാ, എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് തന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നവർ നോക്കിങ്ങള് അല്ലേ, ഞാൻ പറയുന്നത് വെറുതെ അല്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പറയണം. അതിനാ ഞാൻ പറയണത്. ഇതിനൊക്കെ നമ്മൾ നിരന്തരം അൽഹംദുലില്ലാ പറയണം അല്ലേ. ഭക്ഷണം ഉണ്ടാക്കാന് കുക്കർ ഓരോ സമയം അതെങ്ങനെ സിഗ്നൽ തരും. 1-ാം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, 2-ാം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, 3-ാമത്തെ വിസിലടിച്ച ഏകദേശം ആയി തുടങ്ങി അല്ലേ. എന്തെല്ലാം സംവിധാനങ്ങളാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഈ പുകടാർന്ന സാധനം ഉണ്ട്, പുകട എന്നൊക്കെ പറയും. അല്ലാ, ഈ പുകട ഉണ്ടാക്കിയ എങ്ങനെ പഴയ കാലത്തൊക്കെ നമ്മളെ തോട്ടത്തെ പൊടിയണ്ണിന്റെ ഇല കൊണ്ടുവരും. പൊടിയണ്ണിന്റെ ഇല കൊടുത്തിട്ട് അതിൽ മടക്കി വെക്കും. പുകട ഉണ്ടാക്കി ഓർമ്മയില്ല നിങ്ങൾക്ക്? അതിൽ മടക്കി വെക്കും. അതിലിങ്ങനെ പത്തിരി വെച്ചിട്ട് അതിൽ ശർക്കരയും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ തേങ്ങയൊക്കെ വിട്ടിട്ട് അങ്ങനെ മടക്കിയിട്ട് ഇലയിലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കല്. ഇപ്പൊ അതിനായിട്ടൊരു അച്ചാണ്. ഇപ്പൊ പുകട ഉണ്ടാക്കാൻ ഒരു അച്ച, അച്ചട കൊണ്ടുവരും, അതിലിട്ടോക്കും, എന്നിട്ട് വെക്കും അല്ലേ. അങ്ങനെയല്ലേ സംവിധാനങ്ങളിൽ ഓരോന്നോരോന്ന് കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറി. അൽഹംദുലില്ലാ, അതൊക്കെ വേണം, അതൊക്കെ നമുക്ക് വേണം. വേണ്ടെന്നല്ല പറയണത്. പഴയ കാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഇരിക്കുമ്പോ എന്താ പലയാണ്. മരത്തോണ്ട് ഉണ്ടാക്കിയ പലം വരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിനെ. ഇപ്പോഴോ റബ്ബ് നമുക്ക് അൽഹംദുലില്ലാ നല്ല ടേബിൾ തന്നു, നല്ല റാഹത്ത് തന്നു, നല്ല ഇരിക്കാനുള്ള ചെയർ തന്നു, സ്റ്റൂള് തന്നു. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല. ഇതിനൊക്കെ നമ്മൾ പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാ നല്ലോണം പറയണം, മനസ്സറിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാ പറയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറിന്റെ ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. ഉറിന്റെ ഫോട്ടോ ഇപ്പൊ കാണിച്ചു തരാം. ഉറി കാണാത്തോല് കാണാതെ. ഇതാണ് ഉറി ഉണ്ടല്ലേ, കാണില്ലേ? ഇതാണ് മക്കളെ ഉറി. നമ്മൾ നേരത്തെ വിഷയത്തിൽ പറഞ്ഞ ഉറിയാണ് സാധനം. ഇതാ ഇതേ മാർക്ക് ഞാൻ വിസറി കൂടി ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തോളി മക്കളെ. അതുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ വേണ്ടി വിട്ടേരി. ഇതിവിടെ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഓരിങ്ങനെ വിട്ടരുന്നുണ്ട്. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഇതിൽ നിന്നെല്ലാം റബ്ബ് നമുക്ക് നിഅമത്ത് തന്നു, എന്തെല്ലാം സന്തോഷങ്ങൾ തന്നു. ഇതിനൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പറയണം. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ ജോലിയെടുത്തിട്ട് കൈയെല്ലാം പൊട്ടിപ്പോയി നബിയേ, എനിക്കൊരു വേലക്കാരിയെ വേണം തങ്ങളെ. ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ ഫാത്തിമ, അതിനേക്കാൾ നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ ഫാത്തിമ. നീ അടുക്കളയിൽ വേലക്കാരെ വെക്കുന്നതിന് പകരം നീ തന്നെ ഭക്ഷണം പാചകം ചെയ്തോ മോളെ. കാരണം നീ ഭക്ഷണം പാചകം ചെയ്യുമ്പോ ആ ഭക്ഷണത്തിന് പകരമായിട്ട് അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിൽ മലക്കുകൾ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ വസ്ത്രം നീ അലക്കണം ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ഡ്രസ്സ് നീ അലക്കണം ഫാത്തിമ. കാരണം എന്തെന്നറിയോ? നീ ഭക്ഷണം മനക്കി, നീ വസ്ത്രം മനക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നീ വസ്ത്രം മലക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്, നീ വസ്ത്രം മലക്കി കഴിഞ്ഞാൽ അല്ലാഹുവേ ആ വസ്ത്രത്തിലെ ചളി ഇളകി പോകുന്നത് പോലെ നിന്റെ ശരീരത്തിലുള്ള നിന്റെ ശരീരത്തിലുള്ള ദോഷങ്ങളെ അല്ലാഹു ഇളക്കി കളയുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സൗഭാഗ്യങ്ങളാ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സൗഭാഗ്യങ്ങളാ പറയാൻ പോകുന്നത്. നിങ്ങൾ വസ്ത്രമലക്കുമ്പോ, നിങ്ങൾ ഭർത്താവിന്റെ ഇക്കാടെ വസ്ത്രം നിങ്ങൾ ഇളക്കുമ്പോ, പ്രിയപ്പെട്ട ഇക്കാടെ വസ്ത്രം നിങ്ങൾ അലക്കിക്കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൽ നിന്ന് അഴുകിപ്പോകുന്ന ചളിയുണ്ടല്ലോ, അതേ പ്രകാരം നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യം. വസ്ത്രം അലക്കാണ്. വസ്ത്രം അലക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കല്ലിൽ ഇങ്ങനെ കുത്തി തിരുമ്പും. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ നമുക്ക് എന്തുള്ള വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള പണി. അതുവരെ ഇടാൻ ചിലർക്ക് മടിയാണ്. വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള നമുക്ക് പണി അല്ലേ? വാഷിംഗ് മെഷീനിൽ ഇടാ, സർഫ് ഇട്ട് കൊടുക്കുക, സ്വിച്ച് ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. പിന്നെ അതൊന്ന് ഒൽമ്പാനാകുമ്പോ അതിന് വാഷിംഗ് മെഷീനിൽ ഒൽമ്പി തന്നോളും. എല്ലാവരും വീട്ടിലുണ്ടാകും ആ ഒരു മരുവോള്. ആ മരുവോളില്ലാത്ത വീട്ടിലുണ്ടാവും, ഉമ്മാക്കുണ്ടാവും ഒരു പുതിയ മരുവോള്. ഏതാണ് ആ മരുവോള്? ആരല്ല, വാഷിംഗ് മെഷീൻ. ആ വാഷിംഗ് മെഷീൻ മരുവോളാ. അല്ലാ, എല്ലാരും വീട്ടിലുണ്ടാവും. അപ്പൊ അതെങ്ങനെ ഇളക്കി തരും, അതെങ്ങനെ റാഹത്താക്കി തരും. മാഷാ അല്ലാ. അത് വാഷിംഗ് മെഷീനിൽ അലക്കിയാലും കൈകൊണ്ട് അലക്കിയാലും പ്രിയപ്പെട്ടവരെ, ആ വസ്ത്രത്തിലെ ചളി ഇളകിപ്പോകുന്നത് പോലെ നിങ്ങളെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു ഇളക്കിക്കളയുമെന്ന് ഫാത്തിമ ബീവിയോട് മുത്തുനബി പറയാ. അപ്പൊ സഹോദരിമാരിനി ആരും ചെയ്യണ്ട, പേടിക്കണ്ട ആവശ്യമില്ല. നിങ്ങളെ ഭർത്താവിന്റെ ഡ്രസ് അലക്കുമ്പോ ഡ്രസ്സിലെ ചളി ഇളകാറുണ്ടോ? ചിലപ്പോ കാക്കങ്ങട്ട് വരുമ്പോ ഇന്നടിട്ട് പോയിട്ടുള്ളൂ. നിങ്ങള് കണ്ടില്ല, ഇതിന്റെ കോലം കണ്ടില്ലേ? ഇവിടെ തിരുമ്പി അടങ്ങാറാവണ മറ്റോളാ. ഒരൊറ്റ പറച്ചില്. നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് വരിക, അവിടെ ചളിയാ ഇവിടെ ചളിയാ, അവിടെയും കേറിയിരിക്കും. ഇതിനെ കിടങ്ങേറി ഞാൻ അനുഭവിക്കണേ. പൊന്നു പെങ്ങളെ, അങ്ങനെ ഒന്നും പറയണ്ട. കൂലി കിട്ടും പ്രിയപ്പെട്ടവരെ, കൂലി കിട്ടും. അത് കരുതിയിട്ട് നാളെ പോയി കാണ്ട് പാടത്ത് പോയി ഓക്ക് നല്ലോണം കൂലി ഇട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പാടത്ത് പോയി രണ്ട് കുത്തി മറിഞ്ഞൊക്കെ ഇങ്ങനെ ആയിട്ട് ചളിയായിട്ട് വരാൻ നിൽക്കണ്ട. ചിലപ്പോ അതിലും വലിയ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആവാനും നിൽക്കണ്ട. അപ്പൊ വസ്ത്രത്തിൽ ചളിയായെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചീത്ത വരാൻ നിൽക്കണ്ട. അത് അലക്കി കളഞ്ഞാൽ അതിന്റെ പ്രതിഫലങ്ങൾക്ക് കിട്ടും, മറക്കണ്ട. ഇതാ നമ്മളെ മക്കള് വിസറി അയച്ചിട്ടുണ്ട്. ഇതാണ് വിസറി എന്ന് പറയുന്നത്. ഉമ്മമാർക്കൊക്കെ അറിയട്ടോ. ഇത് അറിയാത്ത മക്കളുണ്ടാവും, ഓൽക്കാണ്. കണ്ടില്ലേ? ഇതാണ് പാളോണ്ടുള്ള വിസറി. കണ്ടോ? വിസറി ഫാനിനൊക്കെ പകരം ഉപയോഗിച്ചിരുന്നതാണ് മക്കളെ. കണ്ടോളി. ഇത് കുട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ, ഉമ്മാർക്കൊന്നല്ല. കണ്ടില്ലേ? മാഷാ അല്ലാഹ്, പാളോണ്ട് ഉണ്ടാക്കിയതാണത്. ഇതാണ് ഒരല്. നമ്മൾ പറയില്ലേ കുന്താണി എന്നൊക്കെ പറയില്ലേ? ഒരല് ഒലക്ക. കണ്ടോ? ഇതിലിങ്ങനെ ഇടും, ഇതിലിങ്ങനെ ഇട്ട് കുറച്ച് കൂടിയാണ്. ഇത്രയൊന്നുമില്ല, ചെറുതേ ഉണ്ടാവുള്ളൂ. അത് സാന്ദർഭികമായിട്ട് കാണിച്ചെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അപ്പൊ വിഷയത്തേക്ക് വരിക. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുത്തുനബി പറയാണ്, നിന്റെ അലി തങ്ങളുടെ ഭർത്താവിന്റെ വസ്ത്രം നീ അലക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ചളി ഇളകുന്നത് പോലെ നിന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നു. പിന്നെ എങ്ങോട്ടേലും പോണം നമുക്ക്? എത്ര വലിയ പ്രതിഫലം. ഫാത്തിമ ബീവിക്ക് പരാതിയില്ല. ആകെ പരാതിയായിട്ടാണ് മുത്തുനബിന്റെ അടുക്കൽ ചെന്നതാണ്. നബിയെ, എനിക്ക് എന്ത് വേണം? എനിക്ക് ഒരു അടിമയെ വേണം, ഒരു വേലക്കാരിയെ വേണം, ഒരു റോബോട്ട്. ഇപ്പൊ റോബോട്ടാണ് എല്ലാത്തിനും. ഹോട്ടലിൽ ചെന്നാല് റോബോട്ട്. ഒരു റോബോട്ട് വേണം. അതിന് പകരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഇതിന് പകരമായിട്ട് പൊന്നുമോളെ, നിന്റെ ഭർത്താവിന്റെ വസ്ത്രം നിന്റെ കൈ കൊണ്ട് നീ ഇളക്കേ. അങ്ങനെ നീ ഇളക്കി കഴിഞ്ഞാ നിന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റമദാനിലാവ് കേൾക്കുന്ന പെങ്ങളെ, ഇനി നിങ്ങൾ അടുക്കളയിലേക്ക് കയറുകയാണല്ലോ. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ അടുക്കളയിലേക്ക് കയറുകയാണല്ലോ. നിങ്ങൾ അടുക്കളയിലുള്ള ഭക്ഷണം പാചകം ചെയ്യുമ്പോ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. അല്ലാഹുവേ, അങ്ങനെ ആലോചിച്ചുകൊണ്ട് റബ്ബേ, എന്റെ ഇക്കാക്കുള്ള ഖിദ്മത്താൻ, നോമ്പെടുത്തിട്ട് ക്ഷീണം വന്നാലെന്താ, തലവേദന വന്നാലെന്താ, വയറുവേദന
വയറുവേദന വന്നാലെന്താ, എന്റെ ഇക്ക പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷാ അല്ലാഹ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന പെങ്ങളെ, നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സമയമത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുമെന്നാ മറക്കല്ലേ. ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ വസ്ത്രം നീ അലക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രത്തിലെ ചളിയിളകുന്നത് പോലെ നിന്റെ പാപക്കറകൾ അല്ലാഹു ഇളക്കിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ല പെങ്ങളെ, മറക്കല്ല പെങ്ങളെ, ഇക്കയുടെ വസ്ത്രത്തിൽ നിന്ന് ചളിയിളകുന്നത് പോലെ നിങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരുമെന്നാണ്. എന്നിട്ട് ഫാത്തിമ ബീബിയോട് അവസാനം പറഞ്ഞ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, തുസബ്ബിഹാനി ദുബറ കുല്ലി സ്വലാത്തി അശ്റാ. ഫാത്തിമ, ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് ഫാത്തിമ, ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് ഫാത്തിമ. നിങ്ങൾ രണ്ടുപേര് നമസ്കാരം കഴിഞ്ഞ 33 തവണ സുബ്ഹാനല്ലാഹ് പറയണേ ഫാത്തിമ. തുസബ്ബിഹാനി, മറക്കല്ല മോളെ, മറക്കല്ല മോളെ, മറക്കല്ല മോളെ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാല് 33 തവണ സുബ്ഹാനല്ലാഹ് പറയാ, മറക്കല്ല പെങ്ങളെ. മാത്രമല്ല മുഹമ്മദാനി അശ്റാ, സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ 33 തവണ അൽഹംദുലില്ലാഹ് പറയാ, നിങ്ങൾ മറക്കല്ലേ ഫാത്തിമ. വതുകബ്ബറാനി അശ്റാ, വതുകബ്ബറാനി അശ്റാ. 33 തവണ തക്ബീർ പറയാ, മറക്കല്ലേ ഫാത്തിമ. 10 തവണയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്, ചില ചരിത്രത്തിൽ 33 തവണയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മറക്കാൻ പാടില്ല നമ്മള്, മറക്കാൻ പാടില്ല നമ്മള്, മറക്കാൻ പാടില്ല നമ്മള്. അടുക്കള ജോലിക്കൊരു സഹായി വേണമെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട്, ഭക്ഷണം പാചകം ചെയ്യാനൊരു സഹായി വേണമെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട്, വസ്ത്രമലക്കാരന് പല ആൾക്കാര് വേണമെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അതൊന്നും നമുക്ക് വേണ്ട മോളെ, അതൊന്നും നമുക്ക് വേണ്ട മോളെ. നിന്റെ അടുക്കളയിൽ നീ തന്നെയാണ് രാജകുമാരി ഫാത്തിമ, നിന്റെ അടുക്കളയിലെ രാജകുമാരി നീ തന്നെയാ ഫാത്തിമ, നിന്റെ അടുക്കളയിലെ രാജകുമാരി നീ തന്നെയാ ഫാത്തിമ. നീ ആ തീയത്ത് അടുപ്പത്ത് പുകയോടെ മല്ലിടുമ്പോ നിന്റെ ദുനിയാവും ആഖിറവും അത് കാരണം വിജയിക്കുന്നതാണ് മോളെ, അത് കാരണം വിജയിക്കുന്നതാണ് മോളെ. മാത്രമല്ല ഫാത്തിമ, 33 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തക്ബീർ മറക്കല്ലേ ഫാത്തിമ, മറക്കല്ലേ ഫാത്തിമ, മറക്കല്ലേ ഫാത്തിമ. റമളാൻ നിലാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ഉമ്മമാരെ, ഈ വസിയത്ത് നിങ്ങൾ മറക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പകർന്നു കൊടുത്ത ഈ 33 സുബ്ഹാനല്ലാഹ് മറക്കാൻ പാടില്ല പൊന്നുമോളെ. 33 തവണ അൽഹംദുലില്ലാഹ് മറക്കാൻ പാടില്ല പൊന്നുമോളെ. 33 തവണ അല്ലാഹു അക്ബർ മറക്കാൻ പാടില്ല പൊന്നുമോളെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ നീ സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. ആദ്യമായി പരാതി പറയാമല്ല ഫാത്തിമ ബീവി, ജീവിതത്തിൽ ഉള്ളവരെ പരാതി പറയാത്തവളാ. ഒരു ഡ്രസ് വാങ്ങിത്തരാത്തതിന്റെ പേരിൽ ഇന്നവരെ ഫാത്തിമ ബീവി കരഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണം പാചകം ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ, ഒരു ഭക്ഷണം വാങ്ങിത്തരാൻ പറഞ്ഞതിന്റെ പേരിൽ ഇന്നവരെ ഫാത്തിമ ബീവി കരഞ്ഞിട്ടില്ല. ഫാത്തിമ ബീവി പരാതി പറഞ്ഞ പരാതിക്ക് പരിഹാരം മുത്തു റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത് ഈ ദിക്റുകളാണ്. ഖലാസ്, ഫാത്തിമ ബീവിയുടെ പരാതി അതോടുകൂടെ നിന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാരെ തങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കി. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി നാളെ നമുക്ക് പറയാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും പത്തിരി ഉണ്ടാക്കി കച്ചവടം നടത്തിയിരുന്നു.
കത്തിരി ഉണ്ടാക്കി കച്ചവടം നടത്തിയപ്പോ അതിന് മാവ് കുഴച്ചു കൊടുത്തതാരാ? പത്തിരി ഉണ്ടാക്കുന്ന ഫാത്തിമ ബീവിയാണ്. മാവ് കുഴച്ചു കൊടുത്തതാരാ? അലി റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കച്ചവടം നടത്തിയ ചരിത്രം. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കച്ചവടം നടത്തി, ഫാത്തിമ ബീവി കൂടെ നിന്ന് കൊടുത്തു. മാഷാ അല്ലാഹ്. ചില ആളുകളുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ കച്ചവടത്തിൽ സഹായിക്കണ ഉമ്മമാരുണ്ട്, അല്ലേ? ഭർത്താക്കന്മാരെ ബിസിനസ്സിലും കച്ചവടത്തിലും സഹായിക്കണ കുറെ ഉമ്മമാരുണ്ട്. അപ്പോ ഓലെ സഹായിക്കണ കുറെ ഉമ്മമാരുണ്ട്. ഫാത്തിമ ബീവി സഹായിച്ച ചരിത്രം ഇൻഷാ അല്ലാഹ് നല്ല കിടു ചരിത്രം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.